അതുപോലെ തന്നെ രണ്ടാമത്തെ പരിപാടി ബി.ജെ.പിയുടെ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ബി.ജെ.പിക്കും മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം 2-2.5 മണിക്കൂർ പുത്തരിക്കണ്ടത്തിലെ വേദിയിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. അങ്ങനെ തലേ ദിവസം പാർട്ടിയുടെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്ത് മേയറുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് മേയർ പ്രധാനമന്ത്രിയെ പുത്തരിക്കണ്ടത്ത് മൈതാനം സ്വീകരിക്കാം. എം.പി. ശശി തരൂരിന്റെ പേരും ഇവിടുത്തെ ലിസ്റ്റിലില്ലായിരുന്നു, എയർപോർട്ടിലില്ല. കാരണം എന്താണ്, എം.പി. എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. തലേ ദിവസം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ പുത്തരിക്കണ്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പുത്തരിക്കണ്ടത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജി പോയില്ല. മേയർ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പുത്തരിക്കണ്ട മൈതാനിയിലാണ്. പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ വന്നു കഴിഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് സ്വീകരിക്കേണ്ട ആളും മേയറാണ് എന്നുള്ളതാണ്. അത് പാലിച്ചില്ല എന്നുള്ളത് അല്ല, ഞാൻ മേയറായതിനു ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന ഞാൻ ഒരു പ്രസ്താവനയും പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് പ്രസ്താവന നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൂടെ. പിന്നെ അല്ല, പ്രോട്ടോകോളൊക്കെ നിയമസഭയിലെ പഴയ പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ? അല്ല, പ്രോട്ടോകോള് ഒരു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിയമസഭയിൽ നടന്ന പ്രോട്ടോകോളൊക്കെ ഞാൻ പറയണോ? ഞാനത് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. ഇത് ഞാൻ മേയറായ ശേഷം ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ വന്നല്ലോ, അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ. ഞാൻ കാണുന്നുണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തെ. എന്താണ്, തിരുവനന്തപുരം നഗരത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ നഗരമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും തരാം എന്ന് പറഞ്ഞതിൽ അതിർത്തി അറിയിക്കുന്നവർ തിരുവനന്തപുരം നഗരം വളരാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലേ? മോഡിജി പറഞ്ഞെന്താണ്, തിരുവനന്തപുരം നഗരം വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെന്റ് തരും. അതിൽ അതിർത്തി ചിലർ അറിയിക്കുന്നല്ലേ താങ്കൾ പറയുന്നത്? അപ്പൊ അവരാണ് ഈ നഗരത്തിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത്. എന്തായാലും ശരി, എന്നെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായി. ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ മാധ്യമങ്ങളെ ഉൾപ്പെടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു 4-5 തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി PMOയുമായിട്ടും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മന്ത്രാലയങ്ങളെ കൊണ്ട് പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും. ഞാൻ പറയുന്നത് ഈ നേരത്തെ വന്നപ്പോൾ തന്നെ ഒരു വിഷയത്തിലെല്ലാം പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തർ പറയുന്നതിന് മറുപടി പറയാനും അതിൽ നിന്നുള്ള സമയം ഇപ്പം തന്നെ SNDP ഈ ഒരു വലിയൊരു പരിപാടി പങ്കെടുക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് മറുപടി പറയാം. വളരെ പക്വതയോടെ വ്യക്തമായിട്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് വളരെ നന്നായിട്ട് ആ ക്ലാരിഫിക്കേഷൻ ശ്രീലയ ചേച്ചി എന്ന് തന്നിട്ടുണ്ട്. ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ ആ പരിപാടിയിൽ ശ്രീലയ ചേച്ചി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഇരിപ്പിടം വേദിയിൽ കിട്ടിയത് ക്ഷണിച്ചിട്ടാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അവരെന്തും ചെയ്ത സീറ്റിൽ തന്നെ നിന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ അവർ തന്നെ തന്നല്ലോ. നിങ്ങൾ ചോദിച്ചതിനെല്ലാം കൃത്യമായിട്ട് ഞാൻ ആൻസർ പറഞ്ഞു. ശ്രീലയ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഇന്നലെ ആൻസർ പറഞ്ഞു. എല്ലാവർക്കും നമസ്തേ. പിന്നെ അതിന് മകത്തോ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ വലിയ That's a natural process of administration as a part of an administration, and Honorable High Court is very strictly observing what is going on regarding the flux and posting inside, mainly in the capital city and Ernakulam city.